ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അൻഷീസ് വേൾഡ്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹെയർ ബോയും ക്ലിപ്പും. ഇത് ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫ്രീ ആയിട്ട് ക്ലാസ്സൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. നെറ്റിൻ്റെ മെറ്റീരിയലാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് തന്നെ സെയിൽ ചെയ്യുന്നതാണ്, സ്വന്തമായിട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇന്നെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ കട്ട് ചെയ്യുക. അളവ് വേണം നിർബന്ധമില്ല. നമുക്ക് ഏകദേശം വലിപ്പം കുറച്ച് വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് നടുവിലേക്ക് മടക്കി അങ്ങോട്ടും മടക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒത്ത നടുവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്യുക. നമുക്കെപ്പോഴും അതൊന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കെട്ടിയതിന് ശേഷം നമ്മളതിൻ്റെ മിഡിലിൽ നന്നായിട്ട് ബലത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിൽക്കും, പോവില്ല. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഒട്ടിച്ചൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ചുരുട്ടിയിട്ടൊക്കെ ഒട്ടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വലിച്ചിട്ട് റൗണ്ട് ചെയ്ത് കെട്ടാം നൂല് വെച്ചിട്ട്. കളറൊക്കെ നിങ്ങൾക്ക് നൂലിൻ്റെ കളറൊക്കെ സെയിം തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഉള്ളിലേക്ക് പോകുന്നതായതുകൊണ്ട് പ്രശ്നമില്ല, ഏത് കളറായാലും. നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിനെ മേലെ എന്ത് ഫ്ലവർ വേണമെങ്കിൽ വെക്കാം. ഞാനൊരു ഫ്ലവർ ബീഡ് വെച്ച് നോക്കി, അതെനിക്കിഷ്ടമായി. പിന്നെ ഈ സ്റ്റാർ കണ്ടപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സ്റ്റോൺ ഷീറ്റാണ് സ്റ്റാറിൻ്റെ. അപ്പോൾ നമുക്ക് ആ സ്റ്റാർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമ്മളിതിങ്ങനെ മിഡിലിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ മെറ്റീരിയൽസിനൊക്കെ ഒരു മീറ്ററിന് 80 രൂപ 90 രൂപ ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. ഒരുപാട് നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യുകയും ചെയ്യാം. പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ ചോദിക്കുന്നവർക്കാണ് കേട്ടോ അത് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നമുക്ക് ഇത് മാത്രമായിട്ടൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. സ്റ്റോൺ ഷീറ്റാണ്. സ്റ്റോൺ ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് അതിലൊട്ടിക്കുന്നുണ്ട്. ഈ സ്റ്റോൺ ഷീറ്റിന് പകരം ബീഡ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്റ്റോൺ ഷീറ്റ് എൻ്റെ ഫ്രണ്ടിൽ കണ്ടപ്പോൾ അത് ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വെറൈറ്റി വേണമെങ്കിലും ചെയ്യാം. ചെറിയ സ്റ്റാറോ ചെറിയ കളർ ഷീറ്റുകളോ ഫോം ഷീറ്റുകളോ ഒക്കെ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒട്ടിക്കാം. ഇതുപോലെ ഫ്ലവേഴ്സോ ഒക്കെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഹെയർ ബോയിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ ഇതൊക്കെ ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഹെയർ ബോ ഒക്കെ ഇതുപോലത്തെ ഹെയർ ബോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇനി ഹെയർ ബോയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യൽ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് അടിയിൽ ഒരെണ്ണം കൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക. സിമ്പിളാണ്. അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ചെറിയൊരു ക്ലിപ്പ് അതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട, അതിന് പകരം അതവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. ഓക്കെ, ഇനി വേറൊരു ചെറിയ സിമ്പിളായിട്ടുള്ള പൂവാണ്. ഇത് നമ്മൾ പണ്ട് ഓലയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഫോൾഡ് ചെയ്തതിന് ശേഷം റൗണ്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് ക്രൂഡ് റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് 3 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു ഫ്ലവർ 3 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഞാനൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് അപ്പോഴേക്കും ഉണങ്ങി സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ. ഇതേപോലെ തന്നെ നമ്മൾ അളവ് ചെറുതാക്കി മുറിച്ചാൽ ചെറിയ അലിഗേറ്ററിലും ടിക്കിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് പല വെറൈറ്റീസ് നമുക്ക് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് പോകുന്ന വഴിയൊക്കെ പഠിക്കാം കേട്ടോ. ഓരോ വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ പഠിക്കാം. ഇതൊക്കെ നല്ല ക്യൂട്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാനസിക സന്തോഷവും കൂടെ വരുമാന മാർഗവുമാകും. ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മെറ്റീരിയൽസൊക്കെ വേണം എന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ.
ഇതാണ് നെറ്റിൻ്റെ മെറ്റീരിയൽ. ഇതാണ് നമ്മൾ യൂസ് ചെയ്ത സ്റ്റോൺ ഷീറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.